എൻ്റെ പേര് ശ്രീജ. ഞാൻ പാലക്കാട് ചിറ്റൂരിൽ നിന്നും വരുന്നു. ഞാനൊരു ഹിന്ദുമത വിശ്വാസിയാണ്. ഞാനിവിടെ വരാനുണ്ടായ കാര്യം, എൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ക്രിസ്ത്യനായിട്ടുള്ള കൽപ്പന ചേച്ചി, തിരുവനന്തപുരത്ത് വർക്ക് ചെയ്യുന്ന ചേച്ചി പറഞ്ഞിട്ടാണ് ഞാൻ ഈ ആലയത്തിൽ എത്തിപ്പെട്ടത്. എനിക്ക് 24 വർഷമായി വിട്ടുമാറാത്ത ചുമയും ജലദോഷവും അലർജിൻ്റെ അസുഖമായിട്ട് ധാരാളം മരുന്ന് കഴിച്ചിട്ടും, അതുപോലെ തന്നെ ആയുർവേദം, അലോപ്പതി, ഹോമിയോ, യുനാനി എല്ലാം മരുന്ന് കഴിച്ചിട്ട് ഒരു മാറ്റവും ഉണ്ടായിരുന്നില്ല. ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായി ഒരാഴ്ചൻ്റെ ഉള്ളിൽ തന്നെ അത് പൂർണ്ണമായും മാറിക്കിട്ടി. പിന്നീട് എൻ്റെ ഹസ്ബൻഡിന് 10 വർഷമായിട്ടുള്ള ശരീരത്തിൽ യൂറിക് ആസിഡിൻ്റെ അംശം കൂടിയതിൻ്റെ ഫലമായിട്ട് ഗൗട്ട് എന്ന അസുഖം ഉണ്ടാകുകയും നടക്കാനും വണ്ടി ഓടിക്കാനൊക്കെ വളരെയധികം ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് പെയിൻ കില്ലർ കഴിച്ചുകൊണ്ടാണ് ഈ 10 വർഷവും പോയിക്കൊണ്ടിരുന്നത്. ഇവിടെ വന്ന് ഉടമ്പടിയിൽ നിയോഗം വെക്കണമെന്ന് ആവശ്യപ്പെട്ടു. അതിന് പ്രകാരം ഞാൻ വെച്ചതിൻ്റെ ഫലമായിട്ട് പൂർണ്ണമായും ആ അസുഖവും മാറിക്കിട്ടി. കൂടാതെ ഞങ്ങൾ രണ്ടുപേരും സർക്കാർ ജീവനക്കാരാണ്. എനിക്കും അതുപോലെ തന്നെ 5 വർഷമായിട്ട് ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ടെസ്റ്റ്, ഫിനാൻഷ്യൽ കോഡ് വളരെ എളുപ്പമാണ്. പക്ഷേ എന്നിരുന്നാലും എനിക്ക് 1 മാർക്കിന് 2 മാർക്കിനുമായിട്ട് ഞാൻ എന്നും തോൽക്കുമായിരുന്നു. അത് കഴിഞ്ഞ നിയോഗത്തിൽ വെച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് അതിൽ മാതാവ് 50 മാർക്ക് എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു തലേ ദിവസം. ആ മാർക്ക് നൽകി എന്നെ പാസ്സാക്കുകയും ഡിപ്പാർട്ട്മെൻറ്റ് ടെസ്റ്റിൽ പ്രൊമോഷൻ ലിസ്റ്റിൽ വരാൻ എനിക്ക് കഴിയുകയും ചെയ്യും. അതിനും അമ്മയോടും തിരുക്കുമാരനോടും ഒരുപാട് നന്ദി പറയുന്നു. കൂടാതെ എൻ്റെ ഹസ്ബൻഡ് ജോയിൻറ്റ് BDO ആയിട്ട് വർക്ക് ചെയ്യുന്നു. 2027 മെയ് മാസത്തിലാണ് റിട്ടയർമെൻറ്റ്. ഒരിക്കലും പ്രൊമോഷൻ ലഭിക്കില്ല എന്ന് പറഞ്ഞതായിരുന്നു. അപ്പോൾ നിയോഗം വയ്ക്കുമ്പോൾ അമ്മ എന്നോട് പറഞ്ഞു, പ്രൊമോഷൻ എന്ന് എഴുതാൻ എന്നോട് ഓർമ്മിപ്പിച്ചിരുന്നു. അതിൻ്റെ ഫലമായിട്ട് ഹസ്ബൻഡിന് സീനിയോറിറ്റി ലിസ്റ്റ്, പ്രൊമോഷൻ ലിസ്റ്റിൽ ലാസ്റ്റ് പേരായിട്ട് ഉൾപ്പെട്ട് വരികയും അതിൻ്റെ ഫലമായി കഴിഞ്ഞ മാസം പ്രൊമോഷൻ BPO ആയിട്ട് ബ്ലോക്ക് പ്രോഗ്രാമിംഗ് ഓഫീസറായി ഗസറ്റഡ് തസ്തികയിൽ 23 തീയതി ജോലിയിൽ പ്രവേശിക്കുകയും ചെയ്തു. പിന്നീട് എൻ്റെ മോൾക്ക് +2 മാത്സിൽ തോൽക്കുമെന്ന് പറഞ്ഞതായിരുന്നു. അതിൽ A ഗ്രേഡ് തന്ന് അമ്മയും തിരുക്കുമാരനും ഒരുപാട് ഞങ്ങളുടെ കുടുംബത്തിലും അനുഗ്രഹം തന്നിട്ടുണ്ട്. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് പറയുന്നത്, ഞാൻ പത്രങ്ങൾ ആദ്യം തന്നെ വീട്ടിൽ നിന്നാണ് പ്രേക്ഷിത പ്രവർത്തനം തുടങ്ങിയത്. എൻ്റെ ഏടത്തേമ്മമാർക്കും കല്യാണം കഴിച്ചു കൊടുത്ത എൻ്റെ ഏട്ടൻ്റെ മക്കൾക്കും മരുമക്കന്മാർക്കും എല്ലാവർക്കും കൊടുത്തു. കൂടാതെ ഓരോ വീടുകളിലും കയറി എൻ്റെ അനുഭവങ്ങൾ പറഞ്ഞ് അവർക്ക് പത്രം കൊടുത്ത് അവരോടൊക്കെ ഞാൻ സംസാരിക്കുമായിരുന്നു. അമ്മയെക്കുറിച്ചും ഈശോയെക്കുറിച്ചും ഞാൻ പറയുമായിരുന്നു. കൂടാതെ ഓഫീസിലും എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന എല്ലാ ജീവനക്കാർക്കും, എനിക്ക് പരിചയമുള്ളവർക്ക് എല്ലാവർക്കും കൊടുക്കുമായിരുന്നു. കൂടാതെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി രോഗികളെ കണ്ട് അവർക്ക് ഓരോരുത്തരോടും ഞാൻ എനിക്കുണ്ടായ അസുഖങ്ങളെക്കുറിച്ചും എനിക്ക് അമ്മയുടെ അനുഗ്രഹത്തെക്കുറിച്ചും ഞാൻ അവരോട് പറഞ്ഞ് കൊടുക്കുമായിരുന്നു. പിന്നീട് ഓട്ടോ സ്റ്റാൻഡിലും അതുപോലെ തന്നെ റോഡിൽ നടന്നു പോകുന്ന ഓരോരുത്തരും ഞാൻ പരിചയപ്പെട്ട് സംസാരിക്കുമ്പോൾ ഞാൻ ആലപ്പുഴയിലെ മാതാവിനെക്കുറിച്ചും കൃപാസനത്തെക്കുറിച്ചും അവരോട് പറയുമായിരുന്നു. കൂടാതെ മാതാവിൻ്റെ ലോക്കറ്റ് വാങ്ങിച്ച് പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാ കുട്ടികൾക്കും ഞാൻ പേപ്പർ കഴിഞ്ഞ സമയത്ത് അത് കൊടുത്ത് പ്രാർത്ഥിച്ചിട്ടാണ് കൊടുക്കാറുള്ളത്. പേപ്പർ കൊടുക്കാൻ പോകുമ്പോൾ തന്നെ തൈലം അതിൽ പുരട്ടി വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ ഓരോ പേപ്പറും കൊടുക്കാറുള്ളത്. പിന്നീട് കാരുണ്യ പ്രവൃത്തി എന്ന് പറഞ്ഞ വീടിനടുത്തുള്ള ഒരു കരുണ മെഡിക്കൽ കോളേജിൽ 60 രോഗികളോടെ നമുക്ക് ആരും നോക്കാനില്ലാതെ അവിടെ ഉള്ള രോഗികൾക്ക് ഞാനും എൻ്റെ കൂട്ടുകാരിയും ചേർന്ന് അവർക്കുള്ള പുതിയ ഡ്രസ്സ് 60 പേർക്കും വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. കൂടാതെ അടുത്തുള്ളൊരു വൃദ്ധസദനത്തിൽ അവർക്ക് ഒരു നേരത്തെ ഭക്ഷണം എന്നെക്കൊണ്ട് ആകുമ്പോഴൊക്കെ അവിടെ പോയി അവർക്ക് എല്ലാവർക്കും കൊടുക്കാറുണ്ടായിരുന്നു. പിന്നീട് ഓഫീസിലാണെങ്കിലും വീട്ടിലാണെങ്കിലും സഹായം ചോദിച്ച് വരുന്ന എല്ലാവർക്കും എന്നാൽ കഴിയുന്ന സഹായം ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട്. കൂടാതെ എല്ലാ ഞായറാഴ്ചയും വീട്ടിലൊരു ക്യാൻസറാണ് അച്ഛൻ വരാറുണ്ട്. അപ്പം മരുന്നിനുള്ളതും അതുപോലെ തന്നെ എൻ്റെ കയ്യിൽ ഉള്ള പൈസ ഞാൻ മാക്സിമം കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ഇത്രയും അനുഗ്രഹങ്ങൾ തന്നിട്ടുള്ള അമ്മ മാതാവിനും തിരുക്കുമാരനും ഞാൻ എന്നും പ്രാർത്ഥിക്കാറുള്ളത്, അമ്മയും എൻ്റെ കൂടെ എന്നും എൻ്റെ അമ്മയും ഈശോയും എൻ്റെ കൂടെ ഉണ്ടാവണം എന്നുള്ള പ്രാർത്ഥന തന്നെയാണ്. ഈ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി ഉയർത്തേന് അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. ജ്ഞാനത്തിൻ്റെ പുസ്തകം 16-ാം അധ്യായം 12-ാം വാക്യം. കർത്താവേ, മരുന്നോ ലേപനോഷധമോ അല്ല, എല്ലാവരെയും സുഖപ്പെടുത്തുന്ന അങ്ങയുടെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയത്.
പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് ശ്രീജ ആർ പാലക്കാട് തൻ്റെ അനുഭവ സാക്ഷി നമുക്ക് മുമ്പിൽ പങ്കുവെക്കുകയായിരുന്നു. കുറേ നാളായിട്ട് ഈ അമ്മ അലട്ടിക്കൊണ്ടിരുന്ന രോഗസൗഖ്യം തന്നെയാണ്. അത് നിരവധിയായ മരുന്നുകളെല്ലാം കഴിച്ചിട്ടും ഈ അമ്മയ്ക്ക് വിട്ടുമാറുന്നില്ല. നിരവധിയായ പല മരുന്നുകളും ഉപയോഗിച്ചെങ്കിലും അവസാനം പരിശുദ്ധ അമ്മയോട് ചേർന്നുകൊണ്ട് നേർച്ച വസ്തുക്കളുടെ ഉടമ്പടിയോടും ചേർന്നപ്പോഴത്തേക്കുമാണ് ഈ അമ്മയ്ക്ക് പൂർണ്ണമായിട്ട് ഒരു രോഗസൗഖ്യം ലഭിക്കുകയൊക്കെ ഉണ്ടായത്. അതോടൊപ്പം തന്നെ 5 വർഷമായിട്ട് ഡിപ്പാർട്ട്മെൻറ്റിൽ എക്സാം എഴുതുന്നുണ്ട്. പക്ഷെ അത് മാതാവിൻ്റെ അനുഗ്രഹത്താൽ അത് ആഗ്രഹിച്ച മാർക്ക് തന്നെ നൽകുകയും മനസ്സിൽ അമ്മ എന്താണ് വെളിപ്പെടുത്തിയത് അത് പരിശുദ്ധ അനുഗ്രഹത്താൽ അത് പാസ്സാക്കുവാനും ഡിപ്പാർട്ട്മെൻറ്റിൽ അതിലേക്ക് പ്രൊമോഷൻ കിട്ടുവാനും ശ്രീജ ആറിന് സാധിക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ തൻ്റെ ജീവിത പങ്കാളിയുടെ അവസാനത്തെ 1 വർഷമുള്ള റിട്ടയർമെൻറ്റിൻ്റെ സമയമാവുന്ന മുമ്പ് പ്രൊമോഷനൊന്നും കിട്ടാത്തതായിരുന്നു. എന്നാൽ ഉടമ്പടിയിൽ നിയോഗം വെച്ചതിൻ്റെ ഫലമായിട്ട് അത് BPO ബ്ലോക്ക് പ്രോഗ്രാമിംഗ് ഓപ്പറേറ്ററായിട്ട് അത് അനുമതി ലഭിക്കുകയും ആ ജോലിക്ക് ജോയിൻ ചെയ്യുവാനായിട്ട് ജീവിത പങ്കാളിക്ക് സാധിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ഈ കുടുംബത്തിൻ്റെ മകളുടെ വിഷയങ്ങൾ അത് മാത്സ് വിഷയത്തിന് ഉന്നതമായ നല്ല മാർക്ക് ലഭിക്കുകയും പരിശുദ്ധ അമ്മയുടെ സംരക്ഷണം ഉണ്ടാവുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ഇവരുടെ കുടുംബത്തിൽ പ്രേക്ഷക പ്രവർത്തനം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുക. ഈ പ്രേക്ഷക പ്രവർത്തനം ചെയ്യുമ്പോഴും അത് കൊടുക്കുന്ന പത്രങ്ങളാണെങ്കിലും അത് തൻ്റെ ജീവിതാനുഭവം പങ്കുവെച്ചുകൊണ്ട് തന്നെയാണ് ഈ കുടുംബം പരിശുദ്ധ അമ്മയെയും പ്രേക്ഷക പ്രവർത്തനമൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം. ഇനി മുമ്പോട്ടുള്ള ഇവരുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷികളായിട്ട് ഇവരെ ഇനിയും മാറ്റണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം ഇത് കേൾക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും നിയോഗങ്ങളിലും ആവശ്യങ്ങളിലും ഏതെല്ലാം ആവശ്യങ്ങളായിട്ടാണോ ഈ ദേവാലയ സന്നിധി നമ്മളായിരിക്കുന്നത് അവിടെയെല്ലാം പരിശുദ്ധ അമ്മ നമ്മൾ ഓരോരുത്തരെയും പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് മാറ്റട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.